ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. എട്ട് കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് നന്തങ്കോട് മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേഡൽ ജിൻസൺ രാജയ്ക്ക് 12 വർഷം കഠിന തടവ് വിധിച്ചു. കഠിന തടവ് മാത്രമല്ല, പിന്നാലെ ജീവപര്യന്തം ശിക്ഷയും 15 ലക്ഷം രൂപ പിഴയും. ഈ കൊലപാതകം നടന്ന സമയത്ത് പ്രതി മാനസിക രോഗിയാണെന്നും ശരീരത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷന്റെ പരീക്ഷണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ കോടതിയുടെ മുമ്പിൽ കേഡൽ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം എന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചു. 8 കൊല്ലം മുമ്പുള്ള കൊലപാതക കേസിലെ വിധി ഇപ്പോഴാണ് വന്നത്. അന്നത്തെ സംഭവം ആളുകളൊക്കെ മറന്നു പോവുകയും അതിനേക്കാൾ ക്രൂരമായ കൊലപാതകങ്ങൾ ഈ കാലയളവിൽ സമൂഹത്തിൽ സംഭവിക്കുകയും ചെയ്തു. എങ്കിലും കേഡലിന്റെ കേസിലും തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമവാസനയുള്ള ചിത്രങ്ങൾ കുറ്റവാളിയുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നതുകൂടിയാണ് ഈ സ്പെഷ്യലിന് ആധാരം. പോലീസ് തെളിയിച്ച കാര്യങ്ങൾ നോക്കൂ. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊല്ലാൻ കേഡൽ പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ചതല്ല. അച്ഛനോടുള്ള പക കാരണം ആലോചിച്ച് ആസൂത്രണം ചെയ്തതാണ്. ഏറ്റവും ആദ്യം കൊല്ലാനുള്ള വഴി തെരഞ്ഞെടുക്കുകയായിരുന്നു കേഡലിന്റെ രീതി. അതിനായി സ്വന്തം മുറിയിൽ ഒറ്റയ്ക്കിരുന്ന ലാപ്ടോപ്പിൽ ഒട്ടേറെ വീഡിയോകൾ കണ്ടു. അതിൽ കേഡൽ തിരഞ്ഞെടുത്തത് സോംബി ഗോ ബൂം എന്ന വീഡിയോയാണ്. മഴുകൊണ്ട് കഴുത്തിനു പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത് വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ. അങ്ങനെയാണ് അച്ഛനെയും അമ്മയും ഒക്കെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. അതിനായി മഴു വാങ്ങുകയായിരുന്നു അടുത്ത ലക്ഷ്യം. പുറത്ത് കടയിൽ നിന്നും വാങ്ങിയാൽ സംശയം തോന്നുമെന്ന് കരുതി ഓൺലൈനിൽ മഴു വാങ്ങി. അത് കയ്യിൽ കിട്ടിയതോടെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള പരിശീലനമായിരുന്നു അടുത്ത ഘട്ടം. പരിശീലനത്തിനായി ഡമ്മി സ്വന്തമായി തയ്യാറാക്കി. സ്വന്തം മുറിയിൽ ഡമ്മി സൂക്ഷിച്ച കേഡൽ അതിൽ വെട്ടി പലതവണ പരിശീലിച്ചു. അങ്ങനെയാണ് കൊല്ലാനുള്ള പദ്ധതി ഉറപ്പിച്ചത്. അടുത്തത് അവസരത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. അച്ഛനും സഹോദരിയും പുറത്തുപോയ സമയമാണ് അമ്മയെ കൊല്ലാൻ തെരഞ്ഞെടുത്തത്. വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം അവിടെ തന്നെ സൂക്ഷിച്ചു. കൊലയ്ക്ക് ശേഷം ആ മുറിയിൽ തന്നെ കഴിഞ്ഞു. അച്ഛനും സഹോദരിയും തിരികെ വന്നപ്പോൾ അമ്മ പുറത്തുപോയിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു. അതിനുശേഷം അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീട് അച്ഛനെയും വൈകിട്ടോടെ സഹോദരിയെയും ഇതുപോലെ മുറിയിൽ കൂട്ടിക്കൊണ്ടുപോവുകയും വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ആന്റി എന്ന് വിളിക്കുന്ന ബന്ധുവായ ലളിതയെ കൊല്ലുന്നത്. ഇങ്ങനെ ഒരു സൈക്കോ ത്രില്ലർ സിനിമകളിൽ കാണുന്നത് പോലെ കൊലപാതകം നടത്തുകയായിരുന്നു കേഡൽ. അപ്പോഴയാളുടെ പ്രായം 27 കേഡലിനെ കുടുക്കിയ കുറ്റപത്രത്തിൽ നിർണായക സാക്ഷിയായ ഒരാളുടെ കാര്യം കൂടി എടുത്തു പറയണം. കേഡലിന്റെ അമ്മയുടെ സഹോദരനായ ജോസ് സുന്ദരത്തെക്കുറിച്ച്. ഇദ്ദേഹത്തെയും കൊല്ലാൻ കേഡൽ ലക്ഷ്യമിട്ടതായി പോലീസ് സൂചന നൽകിയിരുന്നു. അതിന്റെ കാരണം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ജോസ് സുന്ദരത്തിന് മറ്റാരും തുണയില്ലാത്തതിനാൽ ജീവിത സായന്തനത്തിൽ സഹോദരി തുണയാകുമെന്ന പ്രതീക്ഷ വച്ച് നന്തങ്കോട് കണ്ണായ സ്ഥലത്ത് സ്വന്തമായുണ്ടായിരുന്ന കോടികളുടെ വില വരുന്ന വീടും സ്ഥലവും സഹോദരി ജീൻ പത്മയ്ക്ക് ഇഷ്ടദാനമായി കൈമാറിയിരുന്നു. കൊല നടക്കുന്നതിന് മുമ്പ് 3 മാസം മുമ്പാണിത്. തന്റെ ചെലവുകൾക്കായി മാസം തോറും 50,000 രൂപ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. ഇതിന്റെ 3-ാം മാസം കൊലപാതകം നടന്നു. ജോസ് വഴിയാധാരമായി. വീടും സ്ഥലവും നഷ്ടമായി. രോഗബാധിതനായി വീൽചെയറിൽ കഴിയുന്ന ജോസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കൊല നടത്തിയതിന്റെ പിറ്റേന്ന് തന്നെ കേഡൽ ജോസിന്റെ വീട്ടിലും എത്തിയിരുന്നു. അതായത് പിറ്റേന്ന് രാത്രി 10:30 കേഡൽ മതിൽ ചാടിക്കടന്ന് ജോസിന്റെ വീട്ടിലെത്തി. ശബ്ദം കേട്ട ജോസ് അയൽവാസി വിവരം അറിയിച്ചു. തുടർന്ന് പുരയിടത്തിൽ തിരച്ചിൽ നടത്തിയ ഇവർ കേഡലിനെ കണ്ടു. വിവരം തിരക്കിയപ്പോൾ നായയെ ഓടിക്കാൻ എത്തിയതാണ് എന്നായിരുന്നു മറുപടി. കയ്യിലെ പൊള്ളലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വീട്ടിലെ കടലാസും മാലിന്യവും കൂട്ടിയിട്ട് കത്തിച്ചപ്പോഴുണ്ടായതാണെന്ന് കേഡൽ പറഞ്ഞു. പിന്നാലെ കേഡൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. നായയെ ഓടിക്കാനെത്തിയതാണ് എന്നത് കള്ളക്കഥയാണെന്നും ജോസിനെ കൂടി വകവരുത്താൻ കേഡൽ പദ്ധതിയിട്ടിരുന്നു എന്നുമാണ് പോലീസിന്റെ നിഗമനം. അന്ന് രാത്രി കേഡലിനെ കണ്ടതും കയ്യിൽ പൊള്ളലേറ്റതും സാക്ഷിമൊഴിയായി ജോസ് കോടതി അറിയിച്ചു. ഇനി ഇഷ്ടദാനത്തെക്കുറിച്ചുകൂടി ചിലത് പറയാനുണ്ട്. സ്വന്തം പേരിലുണ്ടായിരുന്ന വസ്തുവകകൾ ഇഷ്ടദാനമായും മറ്റും മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നൽകിക്കഴിഞ്ഞാൽ വയസ്സായി ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളെ നടതള്ളാനുള്ള സാധ്യത 10-ൽ 9 എന്ന നിലയിൽ കൂടും എന്നതാണ് അനുഭവം. ഇത് തടയാൻ നമുക്കൊരു നിയമമുണ്ട്.
ഒരു ജീവിതകാലം കൊണ്ടുണ്ടാക്കിയ നിക്ഷേപങ്ങളും സ്വത്തുക്കളും പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ മക്കളോടും ബന്ധുക്കളോടും സ്നേഹവാത്സല്യങ്ങൾ വയസ്സുകാലത്ത് അതിരു കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 2007 പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് നിയമം. സംരക്ഷണ നിയമലംഘനങ്ങൾക്കെതിരെ കോടതി ഇടപെടലുകളില്ലാതെ തന്നെ അന്വേഷണം നടത്തുന്നതിനും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനും അധികാരമുള്ള കോഗ്നൈസബിൾ എന്ന നിലയിൽ ശക്തമായ നിയമമാണിത്. 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് സമാനമായ അധികാരങ്ങളുള്ള ട്രിബ്യൂണലുകൾ നിയമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രായമാകുമ്പോൾ സംരക്ഷിച്ചുകൊള്ളും എന്ന് പ്രതീക്ഷ അർപ്പിച്ച് മക്കൾക്കും മറ്റനന്തരാവകാശികൾക്കും എഴുതി നൽകിയ വസ്തുവകകൾ റദ്ദു ചെയ്ത് തിരികെ എടുക്കുന്നതിന് ഈ സംരക്ഷണ നിയമത്തിൽ ശക്തമായ വകുപ്പുണ്ട്. സ്നേഹവാത്സല്യം, ഇഷ്ടദാനം തുടങ്ങി പറഞ്ഞു പഴകിയ കാരണങ്ങൾ എഴുതി പിടിപ്പിക്കാതെ വസ്തുവകകൾ നൽകുന്നതിന്റെ യഥാർത്ഥ കാരണം വയസ്സുകാലത്ത് തങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്ന് ആധാരത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. സംരക്ഷണം ലഭിക്കേണ്ട വ്യക്തികൾക്ക് അത് ലഭിക്കുന്നതിൽ പോരായ്മകൾ അനുഭവപ്പെട്ടാൽ വസ്തു കൈമാറ്റം റദ്ദു ചെയ്ത് തിരിച്ചെടുക്കും എന്നുകൂടി എഴുതണം. നിയമസാധുത ഉറപ്പാക്കാൻ സംരക്ഷണ നിയമത്തിന്റെ 23ാം വകുപ്പ് പ്രകാരമായിരിക്കും വസ്തുവകകൾ തിരികെ പിടിക്കുന്നത് എന്നും എഴുതണം. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രിബ്യൂണലുകളിലോ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ മുഖേനയോ അപേക്ഷ നൽകി പരിഹാര നടപടികൾ സുഗമമാക്കാം. മാതാപിതാക്കളെ ഇത്തരത്തിൽ അവഗണിക്കുമ്പോൾ വസ്തുവകകൾ എഴുതി വാങ്ങിയത് വഞ്ചനാപരമെന്നോ ബലാത്കാരമെന്നോ അന്യായ സ്വാധീനമെന്നോ ഒക്കെയുള്ള കാരണങ്ങൾ ചുമത്തി ആധാരം റദ്ദു ചെയ്ത് വസ്തുവകകൾ അവർക്ക് തിരികെ നൽകാൻ പര്യാപ്തമാണ് ഈ നിയമം. സാധാരണ നിയമ നടപടികളുടെ നൂലാമാലകളില്ലാതെ വസ്തുക്കൾ തിരികെ പിടിക്കാം. അതായത് കേഡലിന്റെ കേസിന്റെ ശിക്ഷാവിധിയുടെ കൂടെ ഈ ഇഷ്ടദാനം കൂടി കൂടുതൽ ചർച്ചയാവണം സമൂഹത്തിൽ.